ഇതൊക്കെ അവര് വിദ്യാമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് കൊണ്ടുവന്നതല്ലേ മോളെ, അല്ലാതെ കണി വെക്കാനൊന്നും അല്ലല്ലോ. വിദ്യാമ്മ വരുമ്പോ നമുക്ക് കണി ഒരുക്കുന്ന കാര്യം ചോദിച്ചു നോക്കിയാലോ? അത് വേണോ മോളെ? ഇവിടെ അങ്ങനെ പതിവൊന്നും ഉണ്ടാവില്ലല്ലോ. വിഷുവും കണിയൊരുക്കലും ഒക്കെ നമ്മുടെ നാട്ടിലല്ലേ. ഇവിടെ അത്തരം പതിവുകളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്കിതെല്ലാം അകത്ത് കൊണ്ടുപോയി വെക്കാം. ഞാനും സഹായിക്കാച്ചാ. വാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ദേവി കാത്തുരക്ഷിക്കണേ. മോളെ, ഇതാരാ വരുന്നേ നോക്കിയേ. ഹായ് ദേവ ചേച്ചി. ചേച്ചി വന്നല്ലോ. ചേച്ചി, നാളെ വിഷു അല്ലേ, മോൾക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് ദേവൂട്ടി ചേച്ചിക്ക് ഭയങ്കര നിർബന്ധം. അതാ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നാളെ വിഷുവാണെന്നുള്ള കാര്യം വിദ്യാമ്മയ്ക്കും ദേവൂട്ടിക്കും അറിയായിരുന്നോ? ഞങ്ങളിവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. നന്മയുടെ പ്രതീകമായ ദിവസങ്ങൾ എവിടെയായിരുന്നാലും അത് ആഘോഷിക്കപ്പെടേണ്ടതല്ലേ. അതിന് ദേശഭേദങ്ങളില്ലല്ലോ. ദേവൂട്ടി, അതങ്ങ് കൊടുക്ക്. എന്താ ദേവ ചേച്ചി ഇത്? അച്ഛനും മോളും ദേവു ചേച്ചി തന്ന പുതിയ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വേണം കണി കാണാനെന്നാ ദേവു ചേച്ചി പറഞ്ഞത്. ദേവി, എന്റെ മോൾക്ക് വേണ്ടി കണി ഒരുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ ദേ, ഞാൻ പോലും അറിയാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ അതിശയമായിരിക്കുന്നു. അല്ല, രണ്ടുപേർ വിദ്യാമ്മയെ കാണാൻ വന്നിരുന്നു. അവരുടെ തോട്ടത്തിലെ വിളവെടുപ്പിന്റെ ഒരു പങ്കുമായിട്ട്. ആ യശോധരനും ഭാര്യയല്ലേ, വഴിക്കെന്നെ കണ്ടിരുന്നു. അവര് കൊണ്ടുവന്ന വിഭവങ്ങൾ കണിയൊരുക്കാൻ തികയില്ലേ? പിന്നെ അത് തന്നെ ധാരാളം വിദ്യാമ്മേ. എന്തോരം കാര്യങ്ങളാ അവര് കൊണ്ടുവന്നത്. എങ്കിലേ നാളെ കണി കാണാൻ വേണ്ടതെല്ലാം ഒരുക്കിക്കോളൂ. ശിവപ്രിയ മോൾക്കും അച്ഛനും ഇവിടെ കണിയൊരുക്കണമെന്ന് ദേവു ചേച്ചിക്കായിരുന്നു നിർബന്ധം കേട്ടോ. നാളെ കണി കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു ഞാനും അച്ഛനും. വിദ്യാമ്മയും ദേവു ചേച്ചിയും ആ സങ്കടം മാറ്റി തന്നല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി ദേവു ചേച്ചി. ദേ നോക്ക്, ദേവു ചേച്ചി എന്ന പുതിയ ഡ്രസ്സാ. എനിക്ക് നന്നായി ചേരുവല്ലേ? പിന്നെ ഈ കുപ്പായത്തില് എന്റെ മോളെ കാണാൻ എന്ത് രസമായിരിക്കുന്നോ. ആഹാ, ദേ അച്ഛനുള്ള മുണ്ടും ഷർട്ടും. പാവം കുട്ടി, സങ്കടങ്ങൾക്കിടയിലും നമ്മുടെ കാര്യം മറന്നില്ലല്ലോ ദേവുട്ടി. അച്ഛന്റെ സങ്കടം കണ്ട് ഞാൻ കൃഷ്ണ ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കായിരുന്നു. നാളെ ചെറിയ രീതിയിലെങ്കിലും കണി കാണാൻ ഒരു അവസരം ഉണ്ടാക്കണേന്ന്. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. അത് ഭഗവാൻ എന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ ചെറിയ രീതിയിലാക്കാതെ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കണി കാണാൻ അവസരം ഒരുങ്ങുന്നത്. പാവം മണിച്ചേട്ടൻ നമ്മുടെ വീട്ടിൽ ഇത്തവണ കണി ഒരുക്കുന്നുണ്ടാവോ? അതെങ്ങനെയാ? മണിച്ചേട്ടന് സുഖമില്ലാതെ കിടക്കുമല്ലേ. പാവം മണിച്ചേട്ടനും ഇതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൃഷ്ണ ഭഗവാൻ കണി കാണാൻ ഒരു അവസരം ഒരുക്കേനെ അല്ലേ ചാ? അതെങ്ങനെയാ? അവന്റെ അമ്മ അവനെ ആ രീതിയിലല്ലല്ലോ വളർത്തിയത്.
ചെറുപ്രായത്തില് ഈശ്വരവിശ്വാസവും നല്ല ചിന്തയും ഉണ്ടാകാൻ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവള് തന്നിഷ്ടം പോലെയല്ലേ അവനെ വളർത്തിയത്. അതിന്റെ ദോഷം ഇതൊക്കെ. ഇനിയെങ്കിലും അമ്മയും മോനും ഈശ്വര ചിന്തയോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു.